നമ്മൾ വയനാട്ടിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടി വന്നാണ്. എൻ്റെ കുടുംബത്തിൽ 11 പേരാണ് പോയിട്ടുള്ളത്. 2 പേര് അവിടെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് വയനാട്ടിലെ എല്ലാ ആൾക്കാർക്കും വരാട്ടില്ല. എൻ്റെ കുടുംബം 11 പോയി പിന്നെ ആരാ ബാക്കി? അതുകൊണ്ട് ഇത്രയും ഈ മയ്യത്തുകൾ എത്രയും പെട്ടെന്ന് വയനാട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ കാത്തു നിൽക്ക് കുറേയൊക്കെ തിരിച്ചറിയാൻ പറ്റും. മുഖമില്ലെങ്കിലും അവയവങ്ങളും ഇതൊക്കെ നോക്കിയിട്ടെങ്കിലും ഇതെല്ലാവരും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വയനാട്ടുകാർ എല്ലാവരും ഇങ്ങോട്ട് എത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് കിടക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെട്ട് ബോഡികൾ മൊത്തം അങ്ങോട്ട് വയനാട് ഇപ്പോൾ ഈ മേപ്പാടിയിലെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ എത്തിയിടത്തോളമൊക്കെ തിരിച്ചറിഞ്ഞ് മറ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉള്ളവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ വെച്ച് വൈകാതെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്തു തരാണ് ഞങ്ങൾക്ക് വേണ്ടത്. അവിടെ ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾ പരിക്ക് പറ്റിയൊക്കെ കിടക്കുകയാണ്. നമ്മളതാണോ ഒരു കുടുംബത്തിൽ 10 പേരെ വെച്ച് കൂട്ടാൻ ഇപ്പോൾ കിട്ടിയിടത്തോളൊക്കെ ഏതാണ്ട് മറയാനും ഭൂമിയിലാക്കാനൊക്കെ നിർത്തിയിട്ടുണ്ട്. സംഭവം നടന്ന സ്ഥലത്തിന്റെ അടുത്തുള്ളതാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളെ കണ്ടില്ല, അവിടെ നിന്ന് വന്ന് ഞങ്ങൾ ബോഡി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ കുടുംബത്തിന് 11 ആൾ പോയിട്ടുള്ളത്. അതിൽ 2 പേര് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ബാക്കി 9 പേര് ബാക്കിയാണ്, കുട്ടികളാണ് മൊത്തം. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ 3 പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഒന്നും കൂടി കാണിച്ചു തരാം. നിങ്ങൾ പറഞ്ഞ പോലെ മൃഗസമാജം ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല. ഞങ്ങളെപ്പോലത്തെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല. പാവപ്പെട്ട ഞങ്ങളുടെ ഭാഗമാണല്ലോ. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇത് എത്രയും കിട്ടിയ ബോഡികളൊക്കെ വയനാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യാണ് നല്ലത്. ഇവിടുത്തെ AODയുടെ ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇവിടുന്ന് ഈ ബോഡികൾ ഇവിടെ ഓർഡറോട് കൂടിയിട്ട് ഫ്രീ ആയിട്ട് കൊണ്ടുപോയി എത്തിക്കാനുള്ളത് ഞങ്ങൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. നിലമ്പൂരിലെ AOD ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയൻ്റെ ഇതിൽ ഇന്ന് ഈ ഡ്രൈവേഴ്സ് യൂണിയനാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ബോഡി എത്തിക്കാനുള്ള വാഹനങ്ങൾ ഫുള്ള് ഫ്രീ ആയിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. ഇത് ഇവർക്ക് വയനാട്ടിലേക്ക് എത്തിക്കാനുള്ളതും ഈ ഡ്രൈവേഴ്സ് AODയുടെ കീഴിൽ ഈ ബോഡികൾ ഫുള്ള് അങ്ങോട്ട് എത്തിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഫ്രീ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മാസ്റ്റർ സംസാരിച്ച വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നാളത്തേക്ക് ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഇവരെ അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ്. മാസ്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് എത്താനുള്ള വടം കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഇപ്പോൾ രാവിലെ ചെയ്ത് കൊടുക്കുകയാണ് നാളത്തേക്കുള്ളത്. ഇപ്പോൾ നാളെ തെരച്ചിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സംഘടനയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ എല്ലാ ആളുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നാളെയാണ് ഇപ്പം ബാക്കിയുള്ള കുറേ ബോഡികൾ കിട്ടാനുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കാടിൻ്റെ ഉള്ളിലേക്കാണുള്ളത്. മുണ്ടേരി ഫാമിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ കാടിൻ്റെ ഫോറസ്റ്റിനകത്താണ്. അപ്പോൾ നാളെ അവർ പോകാൻ റെഡിയാണ്. ആളുകൾ റെഡിയാണ്, നമ്മുടെ വോളണ്ടിയേഴ്സ് റെഡിയാണ്. അപ്പോൾ അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ തന്നെ ആ കാടിൻ്റെ ഉൾവശത്ത് അത് വനം വകുപ്പിൻ്റെ അധീനതയിലുള്ള സ്ഥലത്ത് ഒരുപാട് മൃതദേഹങ്ങൾ കിടപ്പുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും അവിടെ നിന്ന് അല്പസമയം മുമ്പ് ഇങ്ങോട്ടേക്ക് എത്തിയ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ ആളുകൾ നമ്മളോട് പറയുന്നത്. അതിനോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്ന് വന്ന ഒരു വ്യക്തി നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് ഒരുപക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നറിയില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു വികാരം അത് കൃത്യമാണ്. കാരണം വയനാട്ടിലുള്ളവരെ തിരിച്ചറിയാനായി അവിടെ ഈ ദുരന്തത്തിൽ കുടുംബത്തിൽ നിന്ന് 10 പേരെ നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യൻ സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന പ്രായോഗികമായ കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവരുടെ കുടുംബത്തിന്റെ ആവശ്യം എന്ന രീതിയിൽ മുന്നോട്ട് വെക്കുന്നതായിരിക്കാം. അങ്ങനെ പല പല നിലവിളികൾ ഒരുപക്ഷെ പ്രകടമാകുന്നില്ലെങ്കിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പോത്തുകല്ലിൽ നിന്നൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ പോയാൽ അവനവന്റെ ഉടുമുണ്ടിൽ ഈ മൃതദേഹത്തിന്റെ ഭാഗങ്ങളൊക്കെ കൊണ്ടുവന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇതൊക്കെയാണ്